ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നൊരു 4 മണി ആയപ്പോൾ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്. നല്ല മഴയായിരുന്നു ഇന്ന് ഇവിടെ മുഴുവനും. രാവിലെ മുതലേ തോരാതെ നല്ല തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ടാവും. അപ്പോൾ വെറുതെ ഞാൻ കിച്ചണിൽ കയറി എന്തെങ്കിലും ഒരു ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയത് ഉള്ളി പക്കോടയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നല്ലപോലെ കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പിട്ട ശേഷം വെള്ളം ഒന്ന് ഒഴിക്കുന്നതിൻ്റെ മുമ്പ് നല്ലപോലെ കൈ വെച്ച് ഇത് ഞെരടി പിഴിയണം. ആ ഉള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെ നീര് പുറത്ത് വരുന്ന രീതിയിൽ ഇത് ഞെരടിയെടുക്കണം. ഇതുണ്ടാക്കാൻ ഞാൻ കടലമാവും അതുപോലെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പപ്പൊടി, നേർത്ത അരിപ്പൊടി, ഇത് രണ്ടുമാണ് ഉപയോഗിച്ചത്. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് സോഡ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 കപ്പ് കടലമാവാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കുറച്ചായി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ ഇത് ഇളക്കിയെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് ഇളക്കിയെടുക്കണം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇനി അതും 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ ഇടിയപ്പപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ക്രിസ്പിനെസ് കിട്ടാനാണ് ഞാനത് ചെയ്തത്. ഇനി കുറച്ച് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് സ്പൂൺ വെച്ച് ഇളക്കണം. ഇങ്ങനെ ചെറുതായി ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് റെഡിയാക്കിയെടുക്കാൻ. ദോശമാവിൻ്റെ അത്ര അയവ് പാടില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴും മാത്രമേ ഇത് കൈകൊണ്ട് ഇങ്ങനെ നുള്ളിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ചൂടായെങ്കിൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് അല്ലാതെ എണ്ണ കുടിച്ച് കളയും. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കണം. ഇത് പെട്ടെന്ന് തന്നെ വേകും. അതുകൊണ്ടാണ് ഫ്ലെയിം കുറയ്ക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുറഭാഗം കരിയും, ഉള്ള് വേവുകയില്ല. ഇനി ഇത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ക്രിസ്പി ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കണം. കോരിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ലപോലെ സിമ്മിലേക്കാക്കി വെച്ച് ഇതിങ്ങോട്ട് കോരിയെടുത്താൽ മതി. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഉള്ളി പക്കോട. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ആ മാവ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തന്നെ ധാരാളമാണ് ഞങ്ങൾക്ക്. ഇനി ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമാവും. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഫ്രണ്ട്സ്? മഴയുണ്ടോ? നാളെ എന്താണാവോ സ്ഥിതി? ഓർക്കുമ്പോൾ തന്നെ മഴയുടെ ശക്തി കൂടുമ്പോൾ വല്ലാത്തൊരു ഭയമാണിപ്പോൾ. ഇപ്പോൾ എല്ലാ പക്കോടയും ഞാനിതുപോലെ കോരിയെടുത്ത് കഴിഞ്ഞു. ഇത് എത്ര സമയം വേണ്ടു, പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് പോയി നോക്കും മഴയുണ്ടോ എന്ന്. ഇപ്പോഴും ഇങ്ങനെ മഴ ഇങ്ങനെ അതുപോലെ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ 2 ഗ്ലാസ് കട്ടനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കട്ടൻ ചായയും കൂടെ ആയി. ഇനി ഞങ്ങൾ 2 പേരും കൂടെ അതൊന്ന് കുടിച്ചു. ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഞാനിവിടെ വ്ളോഗായിട്ട് കാണിച്ചത്. നിങ്ങളെല്ലാവരും വൈകുന്നേരത്തെ ചായയും എല്ലാം കഴിച്ച് സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നല്ല ചൂട് കട്ടൻ ചായയും ഇതുപോലുള്ള ഉള്ളി പക്കോടയും ഈവനിങ്ങിൽ ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? ഇനി ഞങ്ങൾ 2 പേരും ഇതൊന്നും കഴിച്ച്. അപ്പോഴും മഴ പുറത്ത് തകർത്ത് പെയ്യുന്നുണ്ട്. ഇനി വൈകുന്നേരം രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോകണം.
അതോടുകൂടി ഇന്നത്തെ ദിവസം അങ്ങനെ കഴിയുകയാണ്. ഇപ്പം മഴയ്ക്ക് അല്പം ഒരു ശാന്തത വന്നിട്ടുണ്ട് കേട്ടോ.